ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷം കണ്ടാലോ? അപ്പോൾ ഇതാ ഇന്നത്തെയും പോലെ ഞാൻ ഈവനിങ് ആയപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. എന്നിട്ട് കുറച്ച് സമയം പുറത്തേക്ക് നോക്കി നിന്നു. പിന്നെ ഞാൻ നേരെ പോയി ഫ്രിഡ്ജിൽ ചിക്കൻ ഉണ്ടായിനെ. അപ്പോൾ ഉമ്മ പുറത്ത് പോയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞതിന് അതൊന്ന് വെള്ളത്തിലിടണം, രാത്രി നമുക്ക് ചെറിയൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൊണ്ട് ഞാൻ വന്നപാട് തന്നെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് അങ്ങ് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ഈ ചായക്ക് എന്തെങ്കിലും കടി ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനായിട്ട് എന്തുണ്ടാക്കുമെന്ന് കുറച്ച് സമയം ഒന്ന് ആലോചിച്ച് നിന്നു. പിന്നെ നമ്മുടെ ഈസി സ്നാക്ക്, നമ്മുടെ കായ്പോള തന്നെ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു കടിയാണ്. മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴം കൊണ്ട് എന്തുണ്ടാക്കിയാലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അത് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ ഷോർട്സിലൊക്കെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ഉണ്ടാക്കിയെടുക്കലാണ്. ചായൻ്റെ കൂടെ ബിസ്ക്കറ്റും ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ. അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇതാ ഞാൻ പഴമൊക്കെ വാട്ടിയെടുത്തിട്ട് മുട്ടയും മൈദയൊക്കെ ഒന്ന് കലക്കിയിട്ട് അതിൻ്റെ പഴത്തിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം പിന്നെ അതൊരു 10-15 മിനിറ്റ് വെച്ചാൽ തന്നെ നമ്മൾ ഫ്രൈ പാനിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വേഗം ഒന്ന് സെറ്റായിട്ട് വരും. പിന്നെ ഇതാ ഞാൻ ചായക്കുള്ള പാല് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കായ്പോള ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും ചായയും തിളക്കുമല്ലോ. അപ്പോൾ ചായ തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ സിറ്റൗട്ടിൽ പോയിരുന്നു. ഇത് പിന്നെ എൻ്റെ സ്ഥിരം പ്ലേസാണ്. എനിക്കിവിടെ ഇരുന്നാൽ നല്ലൊരു സമാധാനമാണ്. പിന്നെ ഇതാ ചായ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു. ഒന്ന് ചായ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും മക്കളും എല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു. അതിൻ്റെ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിന്, ചായ കുടിച്ച വകയിൽ കുറച്ച് പാത്രങ്ങളുണ്ടായിന്. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അപ്പം ആകുന്ന ആ പാത്രങ്ങൾ ആ ടൈം തന്നെ കഴുകി വെച്ചാൽ നമുക്ക് കുറേ പണികൾ തീരും, ഒഴിവാകും. പിന്നെ നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റായി തന്നെ കിടക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ കിച്ചണും വീടും ഒക്കെ നല്ല നീറ്റായി തന്നെ കിടക്കും. ചില ടൈം നമുക്ക് അഥവാ പാത്രം ഒന്ന് കഴുകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് നമ്മളെ വീട്ടിൽ ആരെങ്കിലും ആയിട്ട് കയറി വരികയും ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്ക് ചിക്കൻ കഴുകി ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിയിലേക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഉമ്മയാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞേ. അപ്പം ശരിക്കുള്ള പ്രോപ്പർ ബിരിയാണി എന്നല്ല, നമ്മൾ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന, പൊരിക്കാണ്ട് ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അതാകുമ്പോൾ വേഗത്തിൽ അങ്ങ് കുക്കറിൽ മസാല ആക്കിയാൽ അതങ്ങ് റെഡിയായി കിട്ടും. ഉമ്മ ഇതാ ഇവിടെ നെയ്ച്ചോറ് വെക്കുന്നുണ്ട്. ഈ ഒരു ബിരിയാണിക്ക് മസാല ആക്കുന്നതിനേക്കാളും ടൈം വേണ്ടത് ഈ നെയ്ച്ചോറിനാണ്. മസാല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തീരും. അതിൻ്റെ റെസിപ്പി ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്. നമ്മൾ കുക്കറിലാണ് ഈ മസാല റെഡിയാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ ഉള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ വെച്ചാൽ അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെയാണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു 2 വിസിൽ വരെ അടിച്ചെടുക്കുക. സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മസാല റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒരു ഹാർട്ടെങ്കിലും കമൻ്റ് ആയിടണേ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആകുന്നുണ്ടേ. മസാല റെഡിയാകുന്ന ടൈം കൊണ്ട് തന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ ആവശ്യമായ എടുത്തിട്ടുള്ള പാത്രങ്ങൾ ഒക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് പണികളൊക്കെ വേഗം അങ്ങ് തീരും. ഒരാൾ ഫുഡ് ഉണ്ടാക്കുക, മറ്റാൾ ക്ലീനിങ്ങിന് നിന്നാൽ വേഗം അങ്ങ് പണി തീരുമല്ലോ. അപ്പോൾ ഇതാ ദമ്മിടുന്നുണ്ട്. ദമ്മിടാൻ മല്ലിച്ചപ്പുള്ളത് മസാലയിലിട്ടു. അപ്പോൾ ദമ്മിൽ മല്ലിച്ചപ്പില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ ദമ്മ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ.